നമുക്ക് നമ്മുടെ നാടൻ സ്റ്റൈലിൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയാലോ? നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ആ കറുത്ത കളറിലിരിക്കുന്ന ബീഫ് ഫ്രൈ ഉണ്ടല്ലോ, അതുണ്ടാക്കിയാലോ? ഇനി അതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം അരിഞ്ഞെടുക്കാം. സവാളയുണ്ട്, കുഞ്ഞുള്ളി ഉണ്ട്, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഉണ്ട് കേട്ടോ. കുഞ്ഞുള്ളി കുറച്ച് അധികം എടുക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് കുഞ്ഞുള്ളി എപ്പോഴും കിട്ടത്തില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ച് റേഷൻ പോലെ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇനി ആ ബീഫിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുഞ്ഞുള്ളി ഇടുന്ന കേട്ടോ, നമുക്ക് ഇനി വേവിക്കുന്ന സമയത്ത് കുഞ്ഞുള്ളി ഇട്ടാൽ മതിയേ. അപ്പോൾ കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും ഒരു 4 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കുക. ഇനി മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെയൊക്കെ വീട്ടിലുള്ള പോലത്തെ ഇങ്ങനത്തെ ഒരു സ്പൂൺ ഉണ്ടല്ലോ, ഇതിന്റെ അളവിലാട്ടോ ഞാൻ പറയുന്നത്. 2 ഫുൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ മീറ്റ് മസാല, പിന്നെ ഈ സ്പൂണിൽ തന്നെ ഒരു ഏകദേശം 2 സ്പൂൺ 2.5 സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുക. അയ്യോ മറന്നുപോയി, ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കാൻ വെക്കാം. ഇനി ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എനിക്കിവിടെ 6 വിസിലിൽ വെന്ത് കിട്ടിട്ടോ. നിങ്ങളുടെ അവിടെ കിട്ടുന്ന ബീഫിന്റെ വേവ് അനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിന്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. എനിക്കിവിടെ ബീഫ് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങക്കൊത്ത് ഉണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങക്കൊത്ത് നല്ലതായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷമാണ് നമ്മളിതിന് സവാള എടുത്തുള്ളൂ. ഞാൻ ഒരു ഫുൾ സവാള, വലിയൊരു ഫുൾ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. ഇതൊന്ന് ഒരുപാട് സോഫ്റ്റ് വഴറ്റിയെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ഒന്നത് ബീഫിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, ആ വെള്ളവും കൂടി ഒന്ന് വറ്റിച്ച് എടുക്കാനുണ്ട്. അപ്പോൾ ഈ ബീഫും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഇങ്ങനെ വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ വെച്ചിട്ട് ചാറ് വറ്റിച്ചെടുത്താൽ മതി. എനിക്കിവിടെ വാഴയില എപ്പോഴും കിട്ടാറില്ല. അപ്പോൾ ഈ വാഴയില വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോൾ ഈ ബീഫിന് നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാ വാഴയില വെറുതെ കളയുന്നേ, ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാണിത്. ബീഫിന്റെ ചാറ് വറ്റുന്ന വരെ ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടാണ് ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതിന്റെ ചാറ് വറ്റിയതിന് ശേഷം നമ്മൾ ഇതിന്റെ ഫ്ലെയിം ലോയിലോട്ട് വെച്ചിട്ട് എനിക്കൊരു ഏകദേശം ഒരു അരമണിക്കൂറിന്റെ അടുത്ത് എടുത്തു കേട്ടോ, ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വേറെ പണികളൊക്കെ ചെയ്യാം. ഇടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കണം എന്നേ ഉള്ളേ. ഇനി ഇതിലോട്ടുണ്ടല്ലോ 1 സ്പൂൺ കുരുമുളക് പൊടി ഇടുക, പിന്നെ 1/2 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടുക. പെരിഞ്ജീരകപ്പൊടി എന്തായാലും ഇടണം കേട്ടോ, ഇതാട്ടോ നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ ഗരം മസാല കൂടി ഇട്ടിട്ട് ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് നല്ലതായിട്ട് ഇളക്കി വരട്ടി കൊടുക്കാം കേട്ടോ. ഇത് കളർ ഓൾറെഡി ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എനിക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായി കിട്ടുവേ. ടേസ്റ്റുള്ള ബീഫ് ഫ്രൈ കഴിക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ ചെറു തീയിൽ ഇതിങ്ങനെ വരട്ടി എടുക്കുമ്പോഴാട്ടോ ആ കളറും കിട്ടത്തുള്ളൂ, അതിന്റെ ടേസ്റ്റും കിട്ടത്തുള്ളൂ. കണ്ടോ, നമ്മുടെ ബീഫ് ഫ്രൈ നല്ല ബ്ലാക്ക് കളറായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ, ബൈ.